വിവാഹ തട്ടിപ്പ്, ഫ്ളാറ്റ് തട്ടിപ്പ്, കുറ്റകൃത്യങ്ങളുടെ പട്ടിക നീളുകയാണ്. കാണാം ആദ്യം പ്രധാന തലക്കെട്ടിലേക്ക്. നോയിഡയിൽ പിടിയിലായ വിവാഹ തട്ടിപ്പ് സംഘത്തെ പോലീസ് കൊച്ചിയിലെത്തിച്ചു. നിരവധി മലയാളികളെ തട്ടിപ്പിനിരയാക്കിയ സംഘം റിമാൻഡ്. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന സിനിമാ താരം ധന്യാമേരി വർഗീസ് ഉൾപ്പെടെയുള്ള 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ആളുകൾ ധന്യാമേരി വർഗീസിനെതിരെ പരാതിയുമായി രംഗത്ത്. മറയൂർ റിസോർട്ടിൽ ചന്ദനം കടത്താൻ ശ്രമിച്ച താൽക്കാലിക വാച്ചർ പിടിയിൽ. കൂട്ടാളി ഓടി രക്ഷപ്പെട്ടു. വാച്ചർ കടത്താൻ ശ്രമിച്ചത് മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയ ചന്ദനമരത്തിന്റെ വേരുകൾ. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ നദീറിനെ വിട്ടയച്ചു. നദീറിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. ജനുവരി 4 സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. തുർക്കിയിൽ റഷ്യൻ അംബാസിഡറെ വെടിവെച്ചു കൊന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. സിറിയയിലെ റഷ്യൻ സമാധാന ശ്രമത്തെ തുരങ്കം വയ്ക്കാണ് കൊലപാതകമെന്ന് വ്ളാഡിമിർ പുടിൻ. സമാധാന ശ്രമങ്ങളുമായി UN. കഴിഞ്ഞ ദിവസം നോയിഡയിൽ പിടിയിലായ വിവാഹ തട്ടിപ്പ് സംഘത്തെ പോലീസ് കൊച്ചിയിലെത്തിച്ചു. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവാഹ തട്ടിപ്പ് പതിവാക്കിയ യുവതി മേഘ ഭാർഗവ്, സഹോദരി പ്രാചി ഭാർഗവ്, സഹോദരി ഭർത്താവ് ദേവേശ് ശർമ്മ എന്നിവരെയാണ് കൊച്ചിയിലെത്തിച്ചത്. വൈറ്റില സ്വദേശിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഭിന്നശേഷിക്കാരായ പുരുഷന്മാരെ കണ്ടെത്തി വൻ തുക വാങ്ങി വിവാഹം ചെയ്ത ശേഷം മുങ്ങുകയാണ് മേഘയുടെ രീതി. പ്രതികളെ മരട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. 2016 മെയ് മാസത്തിലാണ് എറണാകുളം വൈറ്റിലയിൽ സ്ഥിരതാമസക്കാരനായ ഉത്തരേന്ത്യൻ സ്വദേശി ജിതേന്ദ്രന്റെ മകൻ ലെനിനും മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശിയായ മേഘ ഭാർഗവുമായുള്ള വിവാഹം കലൂരിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ഭിന്നശേഷിക്കാരനായ ലെനിന്റെ വിവാഹ പരസ്യം കണ്ട് ബന്ധുക്കളെ വിട്ട് കല്യാണാലോചന നടത്തി വിവാഹം ഉറപ്പിക്കുകയായിരുന്നു മേഘ ഭാർഗവ്. വിവാഹത്തിന് മേഘയുടെ ബന്ധുക്കളായ സഹോദരി പ്രാചി ഭാർഗവ്, സഹോദരി ഭർത്താവ് ദേവേശ് ശർമ്മ, ബ്രോക്കർ മഹീന്ദ്ര ഗുണ്ടേല എന്നിവർ മാത്രമാണ് പങ്കെടുത്തത്. 9 ലക്ഷം രൂപയും 25 പവൻ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും ലെനിന്റെ വീട്ടുകാരിൽ നിന്ന് കൈപ്പറ്റിയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് 20-ാം നാൾ സഹോദരി പ്രാചി എത്തി മേഘയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിവാഹശേഷം വധു മാത്രമാണ് വധുഗൃഹത്തിലേക്ക് പോകേണ്ടതെന്നും ആചാരം അതാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആഭരണങ്ങളും രൂപയുമായി സംഘം കടന്നു കളഞ്ഞത്. തുടർന്ന് തിരിച്ചുവരാത്ത മേഘയെ തേടി ലെനിനും ലെനിന്റെ പിതാവും ഇൻഡോറിലെത്തി. എന്നാൽ മേഘ ലെനിനൊപ്പം തിരിച്ചുവരാൻ കൂട്ടാക്കിയില്ല. ഇതിനെ തുടർന്നാണ് ലെനിൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയത്. അപ്പോൾ ഒരു വൺ റാക്കറ്റാണ്. ഇതുപോലെ ഒരു ഫാമിലിയിൽ ജനിച്ച കുടുംബക്കാരായിട്ടുള്ള സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ചേർന്നിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭിന്നശേഷി ഉള്ള അംഗവൈകല്യമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടാണ് ഇവർ ഈ തട്ടിപ്പിന് നടത്തിയിരുന്നത്. ഇവരുടെ കൂട്ടുപ്രതിയായ ബ്രോക്കർ മഹേന്ദ്ര ഗുണ്ടേല നേരത്തെ തന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം എടുത്തിരുന്നു. കോടതിയെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന മേഘ ഭാർഗവിനെയും സംഘത്തിനെയും കൊച്ചി പോലീസ് ഉത്തർപ്രദേശിലെ നോയിഡയിലെ ഫ്ളാറ്റിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചു. മേഘ ഭാർഗവ് 2012 ഛത്തീസ്ഗഡിൽ നിന്നും 2014 ഗുജറാത്തിൽ നിന്നും 2015 രാജസ്ഥാനിൽ നിന്നും വൻ തുകകൾ കൈപ്പറ്റി വിവാഹങ്ങൾ കഴിച്ച ശേഷം സമാന തട്ടിപ്പ് നടത്തി മുങ്ങിയിരുന്നു. കേസിനാസ്പദമായ വിവാഹ തട്ടിപ്പിന് ശേഷം 2016 ഗുജറാത്ത് സൂറത്ത് സ്വദേശിയായ അരുൺകുമാറിനെ വിവാഹം ചെയ്ത് പണം തട്ടി കടന്നുകളയുകയും ചെയ്തു. അനേകം വിവാഹ ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 27-കാരിയായ മേഘ ഭാർഗവും സംഘവും പല സംസ്ഥാനങ്ങളിലായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും പരാതി ഉയർന്നതും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും കടവന്ത്രയിൽ മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ നടന്ന ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന സിനിമാ താരം ധന്യാമേരി വർഗീസ് ഉൾപ്പെടെയുള്ള 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പ്രതികളെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം ഫ്ളാറ്റ് തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ ധന്യാമേരി വർഗീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് ഏകദേശം 130-ലധികം കോടി രൂപയുടെ തട്ടിപ്പാണ് നടി ധന്യാമേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ്, സഹോദരൻ സാമുവൽ ജേക്കബ്, ജോണിന്റെ പിതാവ് ജേക്കബ് സാംസൺ എന്നിവർ ചേർന്ന് നടത്തിയത്. തട്ടിപ്പിനിരയായ നിരവധി ആളുകളുടെ പരാതിയെ തുടർന്ന് 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുകയായിരുന്നു. തുടർന്ന് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. അപേക്ഷ പരിഗണിച്ചാണ് നടി ധന്യാമേരി വർഗീസ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. ഈ ദിവസങ്ങളിൽ പ്രതികൾ നടത്തിയ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്ന വിശ്വാസത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം. പ്രതികൾ തട്ടിപ്പ് നടത്തിയ കോടികൾ ഉപയോഗിച്ചുണ്ടാക്കിയ സമ്പാദ്യവും ഭൂമിയുമാണ് അന്വേഷണത്തിൽ തെളിയേണ്ടത്. ധന്യാമേരി വർഗീസും ഭർത്താവും തട്ടിയെടുത്ത
കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ എന്നിവിടങ്ങളിൽ ഫ്ളാറ്റും വസ്തുവും വാങ്ങിക്കൂട്ടിയെന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതും ചോദ്യം ചെയ്യലിൽ വ്യക്തമാകണം. കൂടാതെ ധന്യമേരി വർഗീസിന്റെ താരപരിവേഷവും മറ്റു ചില താരങ്ങളുമായുള്ള തട്ടിപ്പിലെ പങ്കാളിത്തവും പോലീസ് പ്രതികളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ 3 ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ നടപടി പൂർത്തിയാക്കാനാവില്ലെന്നും അതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി മറയൂർ റിസോർട്ടിൽ നിന്ന് ചന്ദനം കടത്താൻ ശ്രമിച്ച താൽക്കാലിക വാച്ചർ പിടിയിലായി. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കിടെയാണ് മോഷണ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. സഹായി ഓടി രക്ഷപ്പെട്ടു. മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയ ചന്ദന മരത്തിന്റെ വേരുകൾ കടത്താൻ ശ്രമിക്കവെയാണ് വാച്ചർ കുടുങ്ങിയത്. റിപ്പോർട്ട് കാണാം. മറയൂർ ചന്ദന റിസർവിൽ സംരക്ഷണത്തിനായി നിയോഗിച്ച താൽക്കാലിക വാച്ചറാണ് ചന്ദനമോഷണത്തിന് പിടിയിലായത്. കർപ്പൂരക്കുടിയിലെ ആദിവാസിയും താൽക്കാലിക വാച്ചറുമായ സുഭാഷാണ് മുഖ്യപ്രതി. കൂടെയുണ്ടായിരുന്ന മുൻ താൽക്കാലിക വാച്ചർ ഓടി രക്ഷപ്പെട്ടു. മറയൂർ ചന്ദനക്കാടുകളിലെ നാച്ചുവയൽ റിസർവ് 2-ലാണ് സംഭവം. മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയ 2 ചന്ദനമരങ്ങളുടെ കുറ്റി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയായിരുന്നു സംഘം. നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡോഗ് സ്ക്വാഡ് പതിവ് പരിശോധന നടത്തുന്ന സമയത്താണ് വാച്ചർമാർ ചന്ദനമരക്കുറ്റികൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോഗ് സ്ക്വാഡിനെ കണ്ടയുടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സുഭാഷ് പിടിയിലാവുകയായിരുന്നു. 1 കിലോ ചന്ദനത്തിന് 10,000 രൂപ വില വെച്ച് തങ്ങൾക്ക് കിട്ടുമെന്ന് പിടിയിലായ സുഭാഷ് മൊഴി നൽകിയിട്ടുണ്ട്. മറയൂർ നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ അജിത് കുമാർ, ഡോഗ് സ്ക്വാഡിലെ മണികണ്ഠൻ, മനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചന്ദനക്കടത്ത് സംഘത്തിലെ മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബം നേരിമ്പറമ്പിൽ പറഞ്ഞു. മറയൂർ ചന്ദന ഡിവിഷനിലെ നാച്ചുറൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ NSR 2-ൽ നിന്നും അവിടുത്തെ ഡേ വാച്ചറും ഒരു മുൻ വാച്ചറും കൂടെ ചേർന്ന് ചന്ദനമര കുറ്റി പിഴുതെടുത്ത് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ചന്ദന ഡിവിഷനിലെ ഡോഗ് സ്ക്വാഡ് ഉടൻ തന്നെ പിടികൂടുകയും ഒരു പ്രതിയെ കൂടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്നതായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത നദീറിനെ മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്നതിന് മതിയായ തെളിവുകൾ ലഭിക്കാഞ്ഞതിനാൽ പോലീസ് വിട്ടയച്ചു. തുടർന്ന് നദീറിന്റെ ബാലുശ്ശേരിയിലെ വീട്ടിൽ ആറളം പോലീസ് റെയ്ഡ് നടത്തി. ജനുവരി 4-ന് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ആറളം വിയറ്റ്നാം കോളനിയിലെത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽ നദീർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് നദീറിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് കസ്റ്റഡിയിലെടുത്ത നദീറിനെ ആറളം പോലീസ് എത്തി കണ്ണൂരിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. ആറളം ആദിവാസി കോളനിയിൽ ആയുധധാരികളായി എത്തി ഭീഷണിപ്പെടുത്തി കാട്ടുതീ പ്രസിദ്ധീകരണം വിതരണം ചെയ്ത സംഘത്തിൽ നദീർ ഉൾപ്പെട്ടിട്ടുള്ളതായി കോളനിയിലെ സ്ത്രീ ഫോട്ടോ കൊണ്ട് തിരിച്ചറിഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് നദീറിനെ വിട്ടയക്കുകയായിരുന്നു. ഇയാളുടെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വെരിഫിക്കേഷൻക്ക് വേണ്ടി നമ്മളെ ഇന്നലെ വിളിച്ചു. വെരിഫിക്കേഷൻ സമയത്ത് ഇയാളുടെ ഫോട്ടോ ഇപ്പോൾ ഒരു ഏകദേശം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ വേറെ ടെക്നിക്കൽ അനാലിസിസ് ഇയാളുടെ പ്രസൻസ് അങ്ങനെ അതിൻ്റെ ഒരു ജസ്റ്റിഫൈ ആവുന്നില്ല. സോ ആസ് ഓഫ് നൗ വി ആർ റിലീസിങ് ഹിം വിത്ത് എ റിക്വസ്റ്റ് ദാറ്റ് ഇപ്പോൾ നമുക്ക് പോലീസിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇയാൾക്ക് തിരിച്ചു വരാം. ഗ്രൗണ്ടിൽ മീൻസ് ഇതുവരെ ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള എവിഡൻസസ് ഇപ്പോൾ സഫീഷ്യൻ്റ് അല്ല. സോ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് ഇയാൾക്ക് എപ്പോൾ വേണം അറസ്റ്റ് ചെയ്യാം. നദീറിനെ വിട്ടയച്ചതിനു ശേഷം ബാലുശ്ശേരിയിലെ നദീറിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇരിട്ടി CIയുടെയും ആറളം SIയുടെയും നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ജനുവരി 4-ന് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതായും നദീർ കോഴിക്കോട് പറഞ്ഞു. കേസ് വന്നതിന് ശേഷം കോഴിക്കോടും അല്ലെങ്കിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, IFFK എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. 3 എമിഗ്രേഷൻ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിന്നെ വിടുന്നത് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ജസ്റ്റ് ഞങ്ങൾക്ക് തോന്നുകയാണ് നീ ഇത് ചെയ്തിട്ടില്ല. പക്ഷേ പൂർണ്ണമായിട്ട് നിന്നെ വിടുന്നതോ നിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുന്നൊന്നുമല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കള്ളനോട്ട് കേസിൽ 2 ലക്ഷം രൂപ വാങ്ങിയ അഭിഭാഷകനും പാലോട് രവിയും DYSPയും ചേർന്ന് തന്നെ രക്ഷപ്പെടുത്തിയെന്ന് കള്ളനോട്ട് കേസിലെ പ്രതിയുടെ മൊഴിയുടെ പകർപ്പ് പീപ്പിൾ TVക്ക്. 2013-ൽ കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായ കള്ളനോട്ട് കേസിലെ പ്രതി ISRO മുൻ ഉദ്യോഗസ്ഥൻ മാധവക്കുറുപ്പാണ് പോലീസിന് മൊഴി നൽകിയത്. അതേസമയം SI ഗോപകുമാർ പിടികൂടിയ മയക്കുമരുന്ന് അരിപ്പൊടിയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ചോർത്തിയത് DYSPയുടെ പകപോക്കലാണെന്നും ആരോപണമുയരുകയാണ്. കൊല്ലം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. 2013-ൽ കൊല്ലം ഈസ്റ്റ് പോലീസ് SI ആയിരുന്ന G ഗോപകുമാറാണ് 2,65,000 രൂപയുടെ കള്ളനോട്ട് കേസിൽ മാധവക്കുറുപ്പിനെ പിടികൂടുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് പ്രതി നൽകിയ മൊഴിയിലാണ് സുപ്രധാന വെളിപ്പെടുത്തൽ.
2011 നെയ്യാറ്റിൻകര പോലീസ് ഫയൽ ചെയ്ത കള്ളനോട്ട് കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ താൻ ഒളിവിൽ കഴിയവേ തന്റെ ബന്ധുക്കളിൽ നിന്ന് അഭിഭാഷകൻ കോൺഗ്രസ് നേതാവ് പാലോട് രവിക്കും അന്നത്തെ ഡിവൈഎസ്പി ഗോപകുമാറിനും 2.5 ലക്ഷം രൂപ വാങ്ങി നൽകിയതായും കേസിൽ മറ്റുള്ളവരെ മാത്രം പ്രതി ചേർത്തുവെന്നും പറയുന്നു. അതേസമയം 2013 കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടിയ ലഹരി വസ്തുവായ കൊടിയൻ ലാബിലെ പരിശോധനയിൽ ലഹരി വസ്തു അല്ലാതായി മാറിയതാണ് തൊണ്ടി മുതൽ മാറ്റിയെന്ന സംശയം ഉയർത്തുന്നത്. എക്സൈസിന്റെ പ്രാഥമിക പരിശോധനയിൽ കൊടിയനെന്ന് തെളിഞ്ഞതും പ്രതിയായ മുകേഷ് കുറ്റം സമ്മതിച്ച കേസിലുമാണ് ഇപ്പോൾ ലഹരി വസ്തു അരിപ്പൊടിയായി മാറിയത്. എക്സൈസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് SI ഗോപകുമാർ കേസെടുത്തതെന്നും തൊണ്ടി മുതൽ കൊടിയൻ തന്നെയായിരുന്നുവെന്നും അന്നത്തെ എക്സൈസ് CI B സുരേഷ് വെളിപ്പെടുത്തി. അല്ല, അത് അന്ന് ഈ കേസ് ഡിറ്റക്ട് ചെയ്ത സമയത്ത് ഞാൻ കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു നാർക്കോട്ടിക് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുണ്ട്. ഈ കിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ കൃത്യസ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഇത് നോക്കിയപ്പോൾ ഇത് കൊടിയനാണെന്നാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ കേസ് ഈ പ്രതിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. പിന്നീട് അതിനകത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് കൃത്യമായ അതൊരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയൂ. ലാബ് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നിൽ ഡിവൈഎസ്പി ഗോപകുമാറാണെന്ന് ചൂണ്ടിക്കാട്ടി SI ഗോപകുമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. കള്ളനോട്ട് കേസിൽ പ്രതിയെ പണം വാങ്ങി രക്ഷപ്പെടുത്തിയത് ഗോപകുമാറാണെന്ന മൊഴി മേലുദ്യോഗസ്ഥർക്ക് താൻ അയച്ചതാണ് തനിക്കെതിരെയുള്ള പകയ്ക്ക് കാരണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമയം തനിക്കെതിരായ ആരോപണം ശരിയല്ലെന്ന് പാലോട് രവി പ്രതികരിച്ചു. ഈ പറയുന്നവരെ ഒന്നും തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഇയാളിങ്ങനെ ഒരാളെ അറിയുപോലുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇനി പേര് മാറിയതാണോ ആള് മാറിയതാണോ ഇപ്പോഴത്തെ ഒന്നുമല്ല. ഇത് കേസ് വളരെ പഴയതാ. ഒന്ന് നോക്കട്ടെ. കാരണം ഒരു സത്യമായിട്ട് ഒരു പുനബന്ധമില്ലാത്തൊരു കാര്യം. എന്നെ അറിയാവുന്നുള്ള കേരളത്തിലെ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കള് മുഴുവൻ, എൻ്റെ ഈ രാജ്യം കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവം അറിയാം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. ശബരിമല സന്നിധാനത്തെ അക്കോമഡേഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. തീർത്ഥാടകർക്ക് മുറി അനുവദിക്കുന്നതിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇന്നലെ ഉച്ചയോടെയാണ് പരിശോധന നടന്നത്. മുറി വിതരണവുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നടപടി സ്വീകരിക്കാൻ ദേവസ്വം കൂട്ടാക്കാതിരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് വിജിലൻസ് തങ്ങൾക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത്. പത്തനംതിട്ട വിജിലൻസ് ഡിവൈഎസ്പി രാധാകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പരിശോധനാ സമയത്ത് മുറികൾ ഒഴിവില്ലെന്ന് ബോർഡ് അക്കോമഡേഷൻ ഓഫീസിന് മുന്നിൽ തൂക്കിയിരുന്നു. എന്നാൽ വിജിലൻസിന്റെ പരിശോധനയിൽ എല്ലാ പിൽഗ്രീം സെന്ററുകളിലും ആവശ്യത്തിന് മുറികൾ ഉള്ളതായി കണ്ടെത്തി. ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകൾക്കും ട്രാവൽ ഏജൻസികൾക്കും അധിക തുക വാങ്ങി മുറികൾ മറിച്ചു നൽകുന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സംബന്ധിച്ചും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് പത്തനംതിട്ട വിജിലൻസ് SPക്ക് അടുത്ത ദിവസം കൈമാറും. ന്യൂസ് ബ്യൂറോ, ശബരിമല. മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ VS ജയകുമാർ തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം സംബന്ധിച്ച് സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന്റെ അനുമതി. ബോർഡംഗം K രാഘവന്റെ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെയാണ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും മുൻ മന്ത്രിയുടെ സഹോദരന് അനുകൂലമായ തീരുമാനം സ്വീകരിച്ചത്. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ നടത്തിയ അഴിമതിയാണ് കഴിഞ്ഞ ദിവസം കൂടിയ ദേവസ്വം ബോർഡ് യോഗത്തിൽ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും ന്യായീകരിച്ചത്. താൻ നടത്തിയ അഴിമതികൾ ന്യായീകരിച്ച് VS ജയകുമാർ സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ടുമായി കോടതിയെ സമീപിക്കാൻ പ്രസിഡന്റും അംഗവും അനുമതി നൽകി. ബോർഡിലെ മറ്റൊരംഗമായ K രാഘവന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു നടപടി. 2014-15 മണ്ഡല മകരവിളക്ക് കാലത്ത് 1,87 ലക്ഷം രൂപയ്ക്ക് പാത്രങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെയുള്ള കോടികളുടെ അഴിമതികൾ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് സമഗ്ര റിപ്പോർട്ടും ബോർഡിന് കൈമാറിയിരുന്നു. VS ജയകുമാറിനെതിരെ വിജിലൻസ് കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോഴാണ് സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ടുമായി ജയകുമാറിന് കോടതിയിൽ പോകാനുള്ള അനുമതി ദേവസ്വം പ്രസിഡന്റും അംഗവും ചേർന്ന് നൽകിയത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ശബരിമല. തിരുവനന്തപുരം പാറശാലയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. കരമന സ്വദേശികളായ ബാലസുബ്രഹ്മണ്യം, പാർവതി ദമ്പതികളാണ് മരിച്ചത്. പരിക്കേറ്റ മകളുടെ നില ഗുരുതരമാണ്.
തുർക്കിയിൽ റഷ്യൻ അംബാസഡറെ വെടിവെച്ച് കൊന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. സിറിയയിലെ റഷ്യൻ സമാധാന ശ്രമത്തെ തുരങ്കം വയ്ക്കാനാണ് കൊലപാതകമെന്ന് വ്ളാഡിമിർ പുടിൻ ആരോപിച്ചു. സമാധാന ശ്രമങ്ങൾക്കായി UN സംഘം സിറിയയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്കാറയിലെ കൻകയിൽ ഒരു ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യൻ സ്ഥാനപതിയായ ആന്ദ്രേ കാർലോവിന് വെടിയേറ്റത്. പിന്നിൽ നിന്ന് അക്രമി കാർലോവിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. വെടിയേറ്റ് നിലത്തു വീണ കാർലോവ് സംഭവ സ്ഥലത്തു വെച്ചു തന്നെ മരിച്ചു. തുർക്കി സുരക്ഷാ സേനയിലെ അംഗമായ മെവ്ലൂറ്റ് മെർട്ടാൽറ്റൻഡാസ് ആണ് വെടിയുതിർത്തത്. ഇയാളെ സുരക്ഷാ സേനയെത്തി വെടിവെച്ചു കൊന്നു. സിറിയയിൽ റഷ്യ നടത്തുന്ന ഇടപെടലിനെതിരെയുള്ള പ്രതികാരമായാണ് കാർലോവിന്റെ കൊലപാതകമെന്നാണ് സൂചന. അലെപ്പോ എന്നും പ്രതികാരമെന്നുമൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അക്രമി വെടിയുതിർത്തതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സിറിയയിലെ റഷ്യൻ ഇടപെടലിനെതിരെ ഏതാനും ദിവസം മുമ്പ് തുർക്കിയിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. സംഭവത്തെ തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അപലപിച്ചു. റഷ്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം തകർക്കാനുള്ള ശ്രമമെന്ന് എർദോഗൻ പ്രതികരിച്ചപ്പോൾ സിറിയയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ഗൂഢാലോചനയെന്നായിരുന്നു പുടിന്റെ പ്രതികരണം. ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളും സംഭവത്തെ അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. ത്രിപുര നിയമസഭയിൽ സ്പീക്കറുടെ ഔദ്യോഗിക ദണ്ഡുമായി പ്രതിപക്ഷ MLA നിയമസഭയിൽ നിന്നും ഇറങ്ങിയോടി. സ്പീക്കറുടെ നടപടിക്രമങ്ങൾ തടയാനായിരുന്നു കോൺഗ്രസ് MLAയുടെ ശ്രമം. ദണ്ഡ് വാങ്ങാനായി പിന്നാലെ ഓടിയ ജീവനക്കാർ അരമണിക്കൂറിന് ശേഷമാണ് ദണ്ഡുമായി മടങ്ങിയെത്തിയത്. കാഴ്ച ത്രിപുര നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിനിടയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തൃണമൂൽ കോൺഗ്രസ് MLA സുദീപ് റോയ് ബർമനാണ് നടപടിക്രമങ്ങൾ തടയാനായി സ്പീക്കറുടെ അധികാര ചിഹ്നമായ വെള്ളനിറത്തിലുള്ള ദണ്ഡുമായി പുറത്തേക്കോടിയത്. വനം മന്ത്രി നരേഷ് ജമാദിയക്കെതിരായി ഉയർന്ന സ്ത്രീവിഷയ ആരോപണത്തിന്മേൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതിനിടെയായിരുന്നു സംഭവം. 0 അവറിൽ നേരത്തെ അറിയിക്കാതെയായിരുന്നു മന്ത്രിക്കെതിരെയുള്ള ആരോപണവുമായി ബർമൻ രംഗത്തെത്തിയത്. സ്പീക്കറുടെ കയ്യിൽ നിന്ന് ദണ്ഡ് തട്ടിയെടുത്ത ബർമന് പിന്നാലെ വാച്ച് ആൻഡ് വാർഡ് ജീവനക്കാർ ഓടിയെത്തി. എന്നാൽ അവരെയെല്ലാം വെട്ടിച്ച് നിയമസഭയ്ക്ക് പുറത്തേക്ക് ഓടി അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് അരമണിക്കൂറിന് ശേഷമാണ് ദണ്ഡുമായി ജീവനക്കാർ മടങ്ങിയെത്തിയത്. നിയമസഭയുടെ പാരമ്പര്യത്തിനും നടപടിക്രമങ്ങൾക്കും വിരുദ്ധമായാണ് ബർമൻ പ്രവർത്തിച്ചതെന്നാണ് പിന്നീട് സ്പീക്കർ പ്രതികരിച്ചത്. ത്രിപുര നിയമസഭയിൽ ഇതിനു മുൻപ് 3 തവണ സമാനമായ സംഭവം അരങ്ങേറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ ഉണ്ടായത് BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ. 2013 മുതൽ 2015 വരെയുള്ള കാലയളവിൽ 23,863 ദളിത് പീഡന കേസുകളാണ് രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തത്. ഉത്തർപ്രദേശാണ് 2ാം സ്ഥാനത്ത്. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 1989-ലെ SC/ST വിഭാഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമത്തിന്റെ പ്രയോഗവും നിലവിലെ സ്ഥിതിയും വിലയിരുത്താനായി രൂപീകരിച്ച സമിതിയുടെ യോഗത്തിന്റെ അജണ്ട റിപ്പോർട്ടിലാണ് ദളിത് പീഡനത്തിന്റെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഉള്ളത്. കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രി തൻവർ ചന്ദ് ഗെഹ്ലോട്ടാണ് സമിതിയുടെ അധ്യക്ഷൻ. സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം 2013-2015 കാലയളവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിത് പീഡനമുണ്ടായത് BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ. 23,861 കേസുകളാണ് 2 വർഷത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഉത്തർപ്രദേശാണ് ദളിത് പീഡനത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത്. ഇവിടെ 23,556 ദളിത് പീഡന കേസുകൾ ഉണ്ടായി. ബീഹാർ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ദളിത് പീഡനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇത്തരം കേസുകളിൽ വിചാരണയും ശിക്ഷ വിധിക്കുന്നതും മന്ദഗതിയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേസുകളുടെ വിചാരണ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്ന് തൻവർ ചന്ദ് ഗെഹ്ലോട്ട് അധ്യക്ഷനായ സമിതി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആരാധനാലയങ്ങൾ കോടതികളാകാൻ പാടില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. ചെന്നൈ, തമിഴ്നാട്ടിലെ ശരിയത്ത് കോടതികൾ നിരോധിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. തമിഴ്നാട്ടിലെ മുസ്ലിം പള്ളികളിലെ ശരിയത്ത് കോടതികളാണ് മദ്രാസ് ഹൈക്കോടതി നിരോധിച്ചത്. ആരാധനാലയങ്ങൾക്ക് കോടതികളാകാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ചെന്നൈ അണ്ണാശാലയിലെ മക്ക മസ്ജിദ് കൗൺസിലിനെതിരായ കേസിലാണ് വിധി. ശരിയത്ത് കോടതികൾ പ്രവർത്തിക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് KS കൗൾ, M സുന്ദർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ആരാധനാലയങ്ങൾ ആരാധനയ്ക്ക് മാത്രം വേണ്ടിയുള്ളതാകണമെന്നും കോടതി വ്യക്തമാക്കി. വിവാഹമോചന കേസുകളോ വസ്തുതർക്കമോ ഈ കോടതികളിൽ പരിഹരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഉത്തരവ്.
അബ്ദുൽ റഹ്മാൻ എന്ന പ്രവാസിയാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ശരീഅത്ത് കോടതികൾ മറ്റു കോടതികളെ പോലെ പ്രവർത്തിക്കുകയാണെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. കൂടാതെ വിവാഹമോചന ഉത്തരവുകൾ പ്രഖ്യാപിക്കുകയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സമൻസ് അയക്കുകയും ചെയ്യുകയാണെന്നും ഹർജിക്കാരൻ പറയുന്നു. നിരപരാധികളായ മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്കായാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ശരീഅത്ത് കോടതികളുടെ പ്രവർത്തനം നിരവധി മുസ്ലിം കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാരൻ പറഞ്ഞു. മറ്റു കോടതികൾക്ക് സമാനമായാണ് ഇത്തരം കോടതികൾ പ്രവർത്തിക്കുന്നതെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. വിവാഹമോചനത്തിന് ശേഷം ഭാര്യയുമായി ഒന്നിക്കുന്നതിനായി താൻ ശരീഅത്ത് കോടതിയെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചു. വർഷം 100ഓളം കേസുകളാണ് ശരീഅത്ത് കോടതികളിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്. ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധമുള്ള റൈസൽ പോലീസ് കസ്റ്റഡിയിലായി. പെരുമ്പാവൂരിൽ വിജിലൻസ് ചമഞ്ഞ് സ്വർണം തട്ടിയ കേസിലാണ് ഇയാൾ പിടിയിലായത്. പെരുമ്പാവൂരിൽ വിജിലൻസ് ചമഞ്ഞ് സ്വർണം തട്ടിയ കേസിലെ പ്രതി റൈസൽ കണ്ണൂരിൽ പിടിയിലായി. 2008 ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലെ പ്രതിയാണ് ഇയാൾ. സ്ഫോടക വസ്തു വിൽക്കുന്ന കടയിൽ നിന്നും 2 കിൻഡൽ അമോണിയം നൈട്രേറ്റ് ഡിറ്റനേറ്ററുകൾ എന്നിവ കൊണ്ടുപോയ കേസിലും പ്രതിയാണ് പിടിയിലായ റൈസൽ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ മുജാഹിദീനുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. വിജിലൻസ് ചമഞ്ഞ് സ്വർണം തട്ടിയ കേസിലെ 3 പ്രതികളിൽ ഒരാളാണ് റൈസൽ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാജ്യദ്രോഹ കുറ്റവും UAPAയും ചുമത്തുന്നതിനെ എക്കാലവും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പാർട്ടിയുടേതെന്ന് CPIM. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും കേന്ദ്ര നേതൃത്വം പ്രതികരിച്ചു. രാജ്യദ്രോഹ കുറ്റം ചാർത്തുന്ന 124A വകുപ്പിനെയും UAPA നിയമത്തെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് CPIMന്റേതെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ദേശീയഗാന വിഷയത്തിൽ എഴുത്തുകാരൻ കമൽ സി ചവറയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതായി വാർത്തകൾ വന്നിരുന്നു. രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം നിലവിലില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ CPIM വ്യക്തമാക്കി. UAPAയുടെ പ്രയോഗം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എക്കാലത്തും അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ ഉപയോഗത്തെ എതിർത്തു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും കേരളത്തിലെ ഇടത് സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് RSSും BJPയും കേരളത്തെ ഉന്നം വയ്ക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും CPM നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ISL ഫൈനൽ മത്സരം കൊച്ചിയിൽ നടത്തിയത് സ്റ്റേഡിയത്തിന് വാടക നൽകാതെ. ഫൈനലിന് മുന്നോടിയായി സ്റ്റേഡിയം ഉടമയായ GCDAക്ക് നൽകേണ്ട 10 ലക്ഷം രൂപ നൽകാതെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ചട്ടലംഘനം നടത്തിയതായി GCDA സെക്രട്ടറി പറയുന്നു. സെമി ഫൈനലിന് നൽകേണ്ട 5 ലക്ഷം രൂപയിൽ KFA നൽകിയത് പകുതി തുക മാത്രമാണെന്നും സെക്രട്ടറി വ്യക്തമാക്കി. റിപ്പോർട്ടുമായി ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉടമയായ GCDAയെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിക്ക് ഇക്കഴിഞ്ഞ 7-ാം തീയതി അയച്ച കത്താണിത്. ISL സെമി ഫൈനൽ നടത്തുന്നതിന് വാടകയായി 5 ലക്ഷം രൂപയും ഫൈനൽ നടത്തുന്നതിന് 10 ലക്ഷം രൂപ വാടകയായി നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. 9-ാം തീയതി 3 മണിക്ക് മുൻപായി തുക അടയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഫൈനൽ മത്സരം കഴിഞ്ഞ് ഇന്നേക്ക് 2 ദിവസമായിട്ടും വാടകയായ 10 ലക്ഷം രൂപയടയ്ക്കാൻ KFA തയ്യാറായിട്ടില്ല. GCDA സെക്രട്ടറി MC ജോസഫ്. ചട്ടലംഘനം തന്നെയാണ്. പൈസ അവർ അടച്ചിട്ടില്ല. ഫൈനലിൻ്റെ പൈസ അവർ അടച്ചിട്ടില്ല. അവരറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ചെയർമാനുമായിട്ടൊരു ഡിസ്കഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചൊരു. അപ്പം ഞാനിപ്പോൾ ചെയർമാനായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾക്ക് വാടക കുറച്ച് നൽകണമെന്ന് നേരത്തെ KFA ആവശ്യപ്പെട്ടിരുന്നെങ്കിലും GCDA അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സ്റ്റേഡിയത്തിന് വാടക നൽകാതെ ഫൈനൽ നടത്തി KFA ചട്ടം ലംഘിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.